ഇന്ന് യഥാർത്ഥത്തിൽ ഞങ്ങളിപ്പോൾ സംശയിക്കുന്നത് ഇന്ന് സംസ്ഥാന സർക്കാർ നേരിടുന്ന വലിയ പ്രതിസന്ധി ഈ ശമ്പളം കൊടുക്കാൻ കഴിയാത്തതും സിദ്ധാർത്ഥിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വന്നിട്ടുള്ള വലിയ ഒരു ജനവികാരവും ജനരോക്ഷവും ഇതിൽ നിന്നൊക്കെ ശ്രദ്ധിക്കുന്നതിനു കൂടി വേണ്ടിയിട്ടാണോ? കാരണം ഇന്ന് എല്ലാ പ്രകോപനവും പോലീസിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങളിന്ന് രാവിലെ ഈ ഡെഡ് ബോഡിയുമായി പ്രതിഷേധം നടത്തി എന്നത് ശരിയാണ്. അന്നത്തെ ജനവികാരം അതായിരുന്നു. അതനുസരിച്ച് പ്രതിഷേധം നടത്തിയതിന് ശേഷം ഈ വിഷയം സംസാരിച്ച് തീർക്കുന്നതിന് വേണ്ടി മന്ത്രിയായിട്ട് സംസാരിക്കുകയും മന്ത്രിയുമായി ഏതാനും കാര്യങ്ങളിൽ ഞങ്ങൾ ധാരണയിലെത്തുകയും അപ്രകാരം അദ്ദേഹം കളക്ടറേയും DFOയും ചുമതലപ്പെടുത്തി അവർ രണ്ടുപേരും കോതമംഗലത്ത് എത്തുകയും ചെയ്തതാണ്. എന്നിട്ട് കളക്ടറും DFOയും സംസാരിക്കാൻ തയ്യാറായി അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോൾ ഏതോ അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും അങ്ങനെ ബോഡി വിട്ട് കൊടുത്തതിന് ശേഷം മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് സംസാരിക്കാൻ കളക്ടറേയും DFOയും അനുവദിക്കാതെ മനഃപൂർവ്വമായി അവിടെ ഒരു പോലീസ് ആക്ഷൻ സൃഷ്ടിച്ച് ആ ബോഡി വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ സംസ്കാരശൂന്യമായ നിലയിൽ അങ്ങേയറ്റം നിഷ്ഠൂരമായി ആ ബോഡി അവിടെ നിന്ന് പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ച് 4 ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉപവാസ സമരം ആരംഭിക്കുകയും ആ ഉപവാസ സമരം വളരെ ശാന്തമായി സമാധാനമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി വൈകി ഇരുട്ടിൻ്റെ മറവിൽ ബഹുമാനായ DCC അധ്യക്ഷൻ ആ സമരപന്തലിന് പുറത്തേക്ക് മാറിയ സമയത്ത് പോലീസ് വളരെ ആസൂത്രിതമായി ആസൂത്രിതമായും ഒരു പ്രകോപനവുമില്ലാതെ DCC അധ്യക്ഷനെ മാത്രം പെട്ടെന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് പോലെ തട്ടിക്കൊണ്ടു പോവുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ആ സമയത്ത് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി. പോലീസിന് അന്നേരം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഭയചകിതരായി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടാണ്. ഞങ്ങളൊക്കെ ഇടപെട്ടാണ് മറ്റൊരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാതെ ഒഴിവായത്. അതിന് പിന്നാലെ വലിയ ഫോഴ്സിൽ പോലീസ് വന്നിട്ട് അവിടെ ലാത്തിച്ചാർജ് നടത്തുകയും പന്തലിൻ്റെ അകത്ത് നിന്ന് മുഴുവൻ പ്രവർത്തകരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായപ്പോഴാണ് ഞാൻ തന്നെ ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ നേരിട്ട് അറസ്റ്റ് വരിച്ച് പ്രവർത്തകരെ വാനിന് പുറത്താക്കിയത്. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല. പിണറായിയുടെ ഒരു പോലീസിൻ്റെ ഏറ്റവും ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ നടപടികളാണ് കോതമംഗലത്ത് അരങ്ങേറിയത്. ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ സമരത്തെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പോരാട്ടത്തെയോ തകർക്കാമെന്നോ തളർത്താമെന്നോ അവർ കരുതണ്ട. ഞങ്ങൾ ഈ വിഷയം, കാരണം ഇതൊരു ജനകീയ വിഷയമാണ്, പൊതുജനങ്ങളെ, കാരണം ഏറെക്കാലമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടുമാണ് ഈ കോതമംഗലം പ്രദേശത്ത് മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ 3 പേർ മരിച്ചു. ഇപ്പോൾ 4ാമത്തെ മരണമാണ് ഈ നിലയിൽ ഉണ്ടാകുന്നത്. ആ നിലയ്ക്ക് ഇതിൽ ശക്തമായ പ്രതിഷേധം പൊതുജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. വീണ്ടും ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങളെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുമ്പായിൽ ഹാജരാക്കി. ഞങ്ങൾക്ക് നിയമത്തിൽ വിശ്വാസമുണ്ട്, കോടതിയിൽ വിശ്വാസമുണ്ട്. കോടതി ഞങ്ങൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഈ ഇടക്കാല ജാമ്യം നേടി ഞങ്ങൾ വീണ്ടും ഞാൻ സമരപന്തലിലേക്ക് തന്നെ മടങ്ങുകയാണ്. സമരം തുടരും. തീർച്ചയായിട്ടും ഇല്ല, സ്വാഭാവികവും സാധാരണഗതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ഇട്ട് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് 2 വകുപ്പുകൾ PDPPയും അതുപോലെ തന്നെ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റം തുടങ്ങി, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു തുടങ്ങിയ വകുപ്പുകൾ ഇടുമ്പോൾ സാധാരണഗതിയിൽ ജാമ്യം ലഭിക്കാറില്ല. പക്ഷേ തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നടപടികൾ കോടതിക്ക് കൂടി ബോധ്യമുള്ളതുകൊണ്ടും ഈ വിഷയത്തിൻ്റെ സത്യസന്ധതയും ഗൗരവവും കോടതിക്ക് കൂടി ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇടക്കാല ജാമ്യം വാങ്ങി ഞങ്ങൾ വീടുകളിലേക്ക് മടങ്ങുകയല്ല, ഞങ്ങൾ സമരപന്തലിലേക്ക് മടങ്ങുകയാണ്. വീണ്ടും നമുക്ക് അവിടെ കാണാം.